ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ റൗണ്ട് കഴിഞ്ഞാലും ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. നമുക്കൊന്ന് പവർ റാങ്കിങ് നോക്കാം. അതായത് റൗണ്ട് ആഫ്റ്റർ 9 കൂടുതൽ കിരീട സാധ്യതർക്ക് ഏകദേശം ഓരോ ടീമിന്റെയും കളി അവസാന ഘട്ടത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 5 മത്സരം ബാക്കി ഓരോ ടീമിനും ബാക്കി ഉണ്ടാവുകയുള്ളൂ. ശരിയാണ്. SRH-ഉം രാജസ്ഥാനും GTയും MIയും 10 വീതം മത്സരം കളിച്ചു. ബാക്കി ടീമുകൾക്ക് 9 വീതം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ പവർ റാങ്കിങ് റൗണ്ട് 9 എടുക്കാം. നമുക്ക് പോയിന്റ് ടേബിൾ ആദ്യം പറഞ്ഞു പോകാം. പോയിന്റ് ടേബിൾ 10ാം സ്ഥാനത്തുള്ളത് LSG ആണ്. അവർ കളിച്ച 9 കളികളിൽ 2 വിജയവും 7 പരാജയവും, അങ്ങനെ 4 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് ഇപ്പൊ LSG ഉള്ളത്. 9ാം സ്ഥാനത്ത് MI ആണ്. 10 കളികളിൽ 3 വിജയം 7 പരാജയം, 6 പോയിന്റുമായി അവർ 9ാമത്. KKR 8ാമത്. 9 കളി 3 വിജയം 5 പരാജയം, ഒരു കളി മഴ പെയ്ത് ഉപേക്ഷിച്ചു പോയി. അങ്ങനെ 7 പോയിന്റുമായി അവര് 8ാമത് എത്തുമ്പോൾ 7ാമത് DC 9 കളിൽ 4 വിജയം 5 പരാജയം 8 പോയിന്റ്. CSK 9 കളിൽ 4 വിജയം 5 പോയിന്റ് 8 പോയിന്റ്. അങ്ങനെ റൺ റേറ്റിൽ CSK മുമ്പിലാണ്. അങ്ങനെ 6ാമത് CSK, 7ാമത് ഡൽഹി. 5ാമത് GT 10 കളിൽ 6 വിജയം 4 പരാജയം 12 പോയിന്റുമായി. 4ാമത് രാജസ്ഥാൻ 10 കളി 6 വിജയം 4 പരാജയം 12 പോയിന്റ്. അങ്ങനെ 4ാമത് രാജസ്ഥാൻ. 3ാമത് SRH ആണ്. 10 കളി 6 വിജയം 4 പരാജയം 12 പോയിന്റുമായി SRH-ഉം. 2ാമത് RCB 9 കളികൾ 6 വിജയം 3 പരാജയം 12 പോയിന്റ്. 1ാമത് PBKs ആണ്. 9 കളികളിൽ 6 വിജയം 2 പരാജയം, ഒരു കളി മഴ പെയ്ത് പോയി 13 പോയിന്റ്. നമുക്ക് പവർ റാങ്കിങ്ങിലേക്ക് വരാം. പവർ റാങ്കിങ്ങിലേക്ക് വന്നാൽ 10ാം സ്ഥാനം ഏറ്റവും കുറവ് കിരീടത്തിൽ നമ്മൾ കാണുന്നത് ലക്നൗ സൂപ്പർ ജയൻസിനാണ്. LSGക്ക് ഇപ്പൊ ഏകദേശം അവരുടെ സെമി അതുപോലെ അവസാനിച്ച മറ്റാണ്. പിന്നെ കിരീടത്തിലെ മുകളിലാക്കുള്ളൂ. അപ്പൊ LSG കളിച്ച 9 കളി 2 പരാജയം, 2 വിജയം 7 കളി പരാജയപ്പെടുന്ന കാഴ്ച. ഇവരെയും അവർ പരാജയപ്പെട്ടില്ലേ. MIനോട് 228 റൺസ് അടിച്ചിട്ട് MI 4000 ജയിച്ചിട്ട് ശരി. എന്തായാലും പോസിറ്റീവ് നിക്കോളാ സ്കോറിംഗ് ഫോമിലേക്ക് ചെയ്യുന്ന കാര്യം സംസാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ മുമ്പേ തന്നെ നിങ്ങൾ നിക്കോളാ സ്കോറിനെ വണ്ടോണിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വേണ്ടിയല്ലേ അദ്ദേഹത്തെ കൂടെ ഇറക്കിയിട്ടല്ലേ BJPയുടെ പവർ പ്ലേ കിട്ടുന്നെങ്കിൽ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കളികളും പഠിക്കാൻ പറ്റുമായിരുന്നു. കളി റിസൾട്ട് മാറുമായിരുന്നു നമ്മുടെ ഒരു അഭിപ്രായം. പക്ഷെ എനിക്കതൊന്നും ചാൻസ് ഇല്ല. ഇപ്പോൾ ആ സ്കോറിനൊക്കെ എനിക്കതൊന്നും ചാൻസ് ഇല്ല. LSGയുടെ സാധ്യത ഏതെങ്കിലും അവസാനിച്ച മട്ടാണ്. ഇനി അവർക്ക് ഒരു ടൈറ്റ് ഹോപ്പാണ്. 0.1% ചാൻസ് ഉള്ളൂ. അപ്പൊ അവർക്ക് ഞങ്ങൾ 10ാം സ്ഥാനം കൊടുക്കുന്നത്. 9ാം സ്ഥാനത്ത് നമ്മുടെ കളിക്കുന്ന കളിക്കുന്ന ടീമാരാണെന്ന് അറിയുള്ളൂ. കൊൽക്കത്താനായിട്ട് നമ്മൾ 9ാം സ്ഥാനം കൊടുക്കുന്നത്. ശരി. KKR ബാക്ക് ടു ബാക്ക് വിജയമായി വരുന്ന ടീമാണ്. ഇവർക്ക് SRH-ന് പണിയെടുക്കുന്ന കാഴ്ച ഇതിലെ അതിന് മുമ്പ് അവര് മറ്റ് ടീമുകൾക്ക് പണിയെടുക്കുന്ന കാഴ്ച ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. എന്നാൽ പോലും അവരെല്ലാത്തിനും സൂപ്പർ ഓവർ ജയിക്കുന്നതിന് ശേഷം അവര് ഒരു ഉറക്കുന്നില്ല. പിന്നെ SRH പണിയെടുക്കുന്ന ബാക്ക് ടു ബാക്ക് കൺസിക്യൂട്ട് വേണ്ടി 3 കളി വിജയിച്ചു വരുന്ന ടീമാണ് KKR. ശരിയാണെന്ന് കാര്യം മറക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് മുന്നോട്ടുള്ള പ്രയാസമാണെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കൊൽക്കത്തയാണ് 9ാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ. 8ാമത് നമ്മൾ നൽകുന്ന ടീമാരാണ് മുംബൈ ഇന്ത്യൻസ് ആണ്. പരിശീലനം ഇന്നലെ നമ്മൾ ഉദ്ദേശിച്ചത് ശരി. പക്ഷെ അതിന് മുമ്പിൽ തുടങ്ങിയ തോൽവികൾ ജയിക്കുന്ന കാര്യം നോക്കണം. അതൊക്കെ നോക്കിക്കാണ്ടൊക്കെ സമയത്തയില്ലേ. പിന്നെ ഹിറ്റാൻ ബൂസ്റ്റപ്പ് ആണെന്ന കാര്യം നടക്കുന്നില്ല. ഇതെല്ലാം പോകുമ്പോൾ എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹം ഇപ്പോ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സൂര്യകുമാറാതെ പറയുന്നത് അനാവശ്യമാണ്. പിന്നെ ദീപക് ചാറായും എല്ലാവരും കിട്ടുന്നുണ്ട്. അപ്പൊ മുംബൈക്ക് മുന്നോട്ടുള്ള പോക്ക് അത്ര വലിയ ദുഷ്കരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. 7ാം സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനാണ്. ക്രിക്കറ്റിന്റെ കളിയുടെ വിജയിച്ച പറ്റിയാണ് ഡൽഹിയാണ്. മികച്ച പോരാട്ടം വരും. സൂര്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവര് കഴിഞ്ഞ കളി നമ്മൾ പരാജയപ്പെടുത്തിയത് ശരിയാണ്. ഇപ്പൊ ഗെയ്ക്വാഡ് ഇതിലേക്ക് ഫോമിലേക്കൊക്കെ വരുന്നത് സൂര്യ കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും രാമകൃഷ്ണ റൂൾഡൌട്ടായി. അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ സ്കിൽ റിക്കവറിംഗ്. അപ്പൊ അത് അവർക്ക് തിരിച്ചടി തന്നെയാണ്. അപ്പൊ അവർക്ക് സാധ്യതകളും കാണുന്നില്ല. 7ാം സ്ഥാനത്താണ് CSK കൊടുക്കുന്നത്. 6ാം സ്ഥാനത്താണ് ടീം ഡൽഹി ക്യാപിറ്റൽസ് ആണ്. DC 9 കളി 4 വിജയമാണ്. DC ഇന്ന് അവർക്ക് കളിയിട്ട് മറക്കുന്നില്ല. DCക്ക് കളി വിജയിച്ചേ പറ്റും. അവർക്ക് അങ്ങനത്തെ അവസ്ഥയിലാണ് DC ഉള്ളത്. DCക്ക് ഇപ്പോൾ 8 പോയിന്റാണ്. 5 മത്സരം വിജയിച്ചാൽ 18 പോയിന്റിലേക്കൊക്കെ അവർക്ക് എത്താൻ പറ്റുന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ പോലും ഇതിനെ കുറച്ച് ടൈറ്റാണ് അവർക്ക്. ഇന്ന് കളിച്ചാൽ കളിക്കുന്ന പ്രതീക്ഷ ആരാധകരുള്ളത്. എടുത്തിട്ട് മാറിയിട്ടുണ്ട്. ബാറ്റിംഗിന്റെ കാര്യത്തിൽ
നിതീഷ് റാണയ്ക്ക് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന കാര്യം മറക്കേണ്ടതില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പൊ അവരുടെ ഇതിലുള്ളത് നമുക്ക്. പിന്നിപ്പോ അഞ്ചാം സ്ഥാനം ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ജി ടി എന്തുകൊണ്ടാണ് 5ാം സ്ഥാനം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ജി.ടി ഇപ്പോ ബാക്ക് ടു ബാക്ക് വിജയം സ്വന്തമാക്കിയിരുന്ന ടീമാണ്. അവര് മറക്കുന്നില്ല. അവരിപ്പോ എല്ലാവർക്കും പണിയെടുത്തന്നെ വരുന്നുണ്ടെന്നായാലും സംശയങ്ങളില്ലല്ലോ. പക്ഷേ ജി.ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ജി.ടിക്ക് ഒരു പ്രശ്നം തന്നെ അറിയോ, അവരുടെ ബൗളിങ്ങിൽ അത്ര കൺഫ്യൂസ്ഡ് ആണ് അവര്. കുറച്ച് റൺസ് അവർ വിട്ടുകൊടുക്കുന്ന കാര്യം മറക്കേണ്ടതില്ലല്ലോ. പക്ഷെ ജി.ടിക്ക് മുന്നോട്ട് പോയി അത്ഭുതപ്പെടാനുള്ള 5ാം സ്ഥാനം ജി.ടി 4ാം സ്ഥാനം നൽകുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. എന്തുകൊണ്ട് രാജസ്ഥാൻ 4ാമത്? രാജസ്ഥാൻ എന്തുകൊണ്ട് 4ാമത് എന്ന് ചോദിച്ചാൽ, രാജസ്ഥാൻ ഇപ്പോ മറക്കുന്നില്ല. പക്ഷേ രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നാൽ, അവരുടെ ബാറ്റിംഗ് ഇപ്പൊ റയൻ പരഗ് കഴിഞ്ഞതിൽ ഫോമായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആരും അങ്ങോട്ട് എളിഞ്ഞിട്ടത് വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും പരാതി. മറ്റാരും അത്ര ഫോമിലേക്ക് വന്നിട്ടില്ല. ആണ് കളിപ്പിക്കുന്ന പോലും ഞങ്ങളുടെ അവസ്ഥയിൽ ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചത് ഇറക്കിയത് തിരിച്ചറിയിട്ടുണ്ട്. തുഷാർ ദേശ്പാണ്ഡെ ആയാലും ജോഫ്രാൻസിന്റെ പവർ പ്ലേയിൽ വിക്കറ്റ് പറയേണ്ടതാണ്. ഫോമിലല്ല അതിൽ പറയുന്ന. പക്ഷെ എന്നാൽ പോലും രാജസ്ഥാൻ നമ്മുടെ 4ാമതായി പ്രവർത്തിക്കുമ്പോൾ നോക്കുന്ന ആർ.സി.ബിയുടെ അവസ്ഥ ഇപ്പോൾ അത്ര വലിയ നല്ല അവസ്ഥയില്ല. കഴിഞ്ഞ ജി.ടി അനായാസം പരാജയമായിട്ടുണ്ട്. 16 ഓവറാകുമ്പോഴത്തേക്കാണ് ജി.ടി കളിവിട്ട് പോകുന്ന കാഴ്ചയിൽ കണ്ടത്. ആർ.സി.ബി 155 ഫോളോക്കുന്ന കാഴ്ചയിൽ പ്രശ്നങ്ങളുണ്ടോന്ന് തോന്നുന്നു. പക്ഷെ ഭുവനേശ്വർ കുമാറിന്റെ ഫോം എടുത്ത് പറയണം. അദ്ദേഹം കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റുകളൊക്കെ എടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. അപ്പൊ ആർ.സി.ബിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പ്ലെയർ തിരിച്ചു വരുന്ന പ്രതീക്ഷ നമ്മളുള്ളത്. 3ാം സ്ഥാനത്തിന് കൊടുത്താൽ 3ാം സ്ഥാനം ആർ.സി.ബി കൊടുത്തപ്പോൾ നമ്മൾ 2ാം സ്ഥാനം നൽകുന്ന ടീം ആരാണെന്നറിയോ? പഞ്ചാബ് കിങ്സ് ആണ് നമ്മൾ നൽകുന്ന ടീം. രണ്ടാമത് പഞ്ചാബ് രണ്ടാമത്. പഞ്ചാബ് ബാക്ക് ടു ബാക്ക് ലൂസുകളാണ് പഞ്ചാബ്. കഴിഞ്ഞ കളിയിൽ ജി.ടിയോട് പരാജയപ്പെടുന്ന കാഴ്ച, അതിന് മുമ്പ് രാജസ്ഥാൻ പരാജയപ്പെട്ടു. അങ്ങനെ അവരുടെ ശക്തികളൊക്കെ കിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ബാറ്റിംഗ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ചേസിന്റെ മാത്രമാണ് പി.ബി കേസ് നോക്കുന്ന സംശയങ്ങളുണ്ട്. ഇപ്പോ ഫസ്റ്റ് ബാറ്റ് ചെയ്താൽ, അതായത് ഇപ്പൊ 200 എടുത്താൽ പോലും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന കാഴ്ച കാണുന്നത്. ബോളേഴ്സ് അനാവശ്യം കണ്ടിട്ട് ആശ്രയിച്ചുമൊക്കെ അനാവശ്യമായിട്ടാണ് റൺസുകളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പി.ബി കേസ് എന്നാലും കിരീടത്തിലേക്ക് അത്ഭുതപ്പെടാനില്ല. അവർക്ക് 2ാം സ്ഥാനം കൊടുക്കുമ്പോൾ 1ാം സ്ഥാനത്താണ് പാർട്ടിയിലുള്ളത്. കഴിഞ്ഞ തരാനായിട്ട്. പക്ഷെ അതുകൊണ്ട് 5 കളികൾ ഇതുവരെ വിദേശികളായിരുന്നതായിട്ട് മാറ്റിയില്ലല്ലോ. എസ്.ആർ.എസിന്റെ പോലെ വലിയ പങ്കെടുപ്പ് കാണുന്നത് പ്രത്യേകിച്ച് ഹെൽത്ത് മിഷൻ പോലെയാണ് ബൗളിംഗ് കമ്മിൻസ് ഇഷാനിലേക്ക് അവർക്ക് പ്രത്യേകിച്ച് ഷക്കീൽ ഹുസൈൻ പോസിറ്റീവ് ഉണ്ട്. അവര് കിരീടത്തിലേക്ക് അത്ഭുതപ്പെടാനുള്ള കമ്മ്യൂണിറ്റി അത്ഭുതപ്പെടാനൊന്നുമില്ല. കമ്മ്യൂണിറ്റിന്റെ കീഴിൽ 2ാമത്തെ കിരീടത്തിൽ പോകുന്ന അവരുടെ ആരാധന പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് 10ാം സ്ഥാനത്ത് മലയാളത്തിൽ പുറത്തപ്പോൾ 9ാമത് ജി.ടി 4ാമത് രാജസ്ഥാൻ, 3ാമത് ആർ.സി.ബി, 2ാമത് പി.ബി കേസ്, 1ാമത് എസ്.ആർ.എച്ച്. ഞാൻ നമ്മുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങൾ